ഗൂഢാലോചന എന്നത് തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമാകുന്ന ഒന്നാണ്. അവിടെ എപ്പോൾ മുതലാണ് ഈ നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്? അത് നമ്മൾ പല ആവർത്തിയായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ കാവ്യ മാധവനുമായി ഉള്ള ടെലിഫോൺ മെസ്സേജുകൾ എന്നതാണ് പ്രധാനമായി. മൊബൈലിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ അത് മഞ്ജു വാര്യർ കാണുന്ന സമയത്ത് ആണ് ഇതിൻ്റെ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതകൾ അല്ലെങ്കിൽ അകൽച്ച ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ശത്രുത, അവിടെയാണ് ഈ പറയുന്ന ആക്രമണത്തിന് ഇരയായിട്ടുള്ള നടി മഞ്ജു വാര്യരുമായി ആശയവിനിമയം നടത്തി, അതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ എന്ന നിലയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമാണല്ലോ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വിശ്വസനീയമാകുന്ന തരത്തിലാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകാം, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം, ഒരു ഷോയിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം പറയുമ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ കോടതിക്ക് ഇത് ബോധ്യപ്പെടാതെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ രഞ്ജിത്ത്, അതെന്തായിരുന്നു? തീർച്ചയായും മൊഴിയായി നടി പറഞ്ഞ ഈ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് അഭിലാഷ്, അത് ഈ ഷോയിലുടനീളം, അതായത് 2 മാസത്തോളം നീണ്ടുനിന്ന ഒരു ഷോയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് 4 മാസത്തോളം നീണ്ടുനിന്ന, ഏതാണ്ട് 3.5 മാസത്തോളം നീണ്ടുനിന്ന ഒരു വലിയ ഷോയാണ്. 25 മുതൽ ജൂൺ 30 വരെയുള്ള വലിയൊരു ഷോയാണ്. അതിൽ ഈ ഷോയിലുടനീളം തന്നോട് മിണ്ടിയിരുന്നില്ല ദിലീപ്, തന്നോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ യാത്രക്കിടയിൽ അമ്മയുടെയും മറ്റ് സഹതാരങ്ങളുടെയും ഇടയിൽ വെച്ചാണ് ഭീഷണിപ്പെടുത്തുകയും മറ്റു ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തത്. ഒരു ബസ് യാത്രക്കിടയിലാണ് വാഗ്ദാനം ചെയ്തത് എന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അമ്മ ക്യാമ്പിൽ വെച്ചാകട്ടെ ചില അംഗങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുകയും തുടർന്ന് ചില താരങ്ങൾ ഇടപെട്ട് പിടിച്ചു മാറ്റുകയും മറ്റും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ഷാർജയിലും കൊച്ചിയിലും ഒക്കെ നടന്ന പരിപാടിയിൽ ഈ മുകേഷും സിദ്ദിഖും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും കാവ്യയും മറ്റും ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. കാരണം അമ്മയുടെ അംഗങ്ങളായ ആളുകൾക്കെല്ലാം ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് അന്ന് തന്നെ ധാരണ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ബിന്ദു പണിക്കരും കൽപ്പനയും, നമുക്കറിയാം ബിന്ദു പണിക്കരൊക്കെ പിന്നീട് കോടതിയിൽ മൊഴി മാറ്റിയ വ്യക്തിയാണ്. ബിന്ദു പണിക്കരും കൽപ്പനയും തന്നോട് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നും മൊഴിയായി നടി പറയുന്നുണ്ട്. അതേസമയം തന്നെ നടൻ സിദ്ദിഖ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് എല്ലാവരോടും ഇത് പറഞ്ഞു നടക്കുന്നത്? ഇങ്ങനെ നീ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നിന്നോട് ദിലീപിന് കടുത്ത ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്ന് സിദ്ദിഖ് പറഞ്ഞു എന്നും നടി മൊഴിയായി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സിദ്ദിഖിനൊപ്പം ബിന്ദു പണിക്കരും ഇതുമായി ബന്ധപ്പെട്ട ദിലീപിനെ പിണക്കണ്ട, ദിലീപിന് ശത്രുത ഉണ്ടാക്കണ്ട എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം ദിലീപ് പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഭാമയും തന്നോട് പറഞ്ഞു എന്ന് അതിജീവിത പറയുന്ന ഒരു പശ്ചാത്തലം, ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം വാദങ്ങളാണ്, ഇത്തരം 4-5 വാദങ്ങളാണ് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്, ഒപ്പം മൊഴിയായി നടി പറഞ്ഞത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്കിതിൽ ഓരോന്നായിട്ടൊന്ന് പരിശോധിച്ചാൽ, ആദ്യത്തെ വാദം എന്ന് പറയുന്നത്, കോടതിക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, ദിലീപും നടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല, അതായത് യൂറോപ്യൻ ഷോയിൽ ഉടനീളം സംസാരിച്ചിരുന്നില്ല എന്ന വാദം കോടതി പൂർണ്ണമായും തള്ളുകയായിരുന്നു. കാരണം ദിലീപ് പ്രതിഭാഗം വക്കീലടക്കം മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ഒന്ന്, ഈ ദിലീപും അതിജീവിതയായ നടിയുമായിരുന്നു ഈ ഷോയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ. അതായത് ഡാൻസ്, സ്കിറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും അഭിനയിച്ചത്, നായകനും നായികയുമായി അഭിനയിച്ചത് ഇവർ രണ്ടും തമ്മിലായിരുന്നു. ഇത്തരത്തിൽ പരസ്പരം ഒരുപാട് സിങ്ക് വേണ്ട, പരസ്പരം ഇടപഴകി അഭിനയിക്കേണ്ട പല സാഹചര്യങ്ങളും ഈ ഷോയിൽ ഉടനീളം ഉണ്ടായിരുന്നതാണ്. അവിടെ ഇങ്ങനെ പരസ്പരം മിണ്ടാതെ വൈരാഗ്യം വെച്ച് പുലർത്തി എങ്ങനെ അഭിനയിച്ചു എന്നുള്ള ചോദ്യത്തിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ ഓരോ ഷോയിലും, ഈ ഷോയുടെ വീഡിയോ ഒക്കെ ഹാജരാക്കി ഉണ്ടായിരുന്നു, ഓരോ ഷോയിലും നടി അതീവ സന്തോഷത്തോടു കൂടി തന്നെയാണ് പങ്കെടുത്തത് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ശ്രീ രാമൻപിള്ള വാദിച്ചു. അത് കോടതി ആ തരത്തിൽ തന്നെ കോടതിക്ക് വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുകയായിരുന്നു. മറ്റൊന്ന്, നിങ്ങൾ സന്തോഷത്തോടെയാണല്ലോ പെർഫോം ചെയ്തത് എന്ന അഭിഭാഷകൻ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് സന്തോഷമുണ്ടായി എന്നതിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ വിഷയങ്ങളൊന്നും, ഇത്തരം വൈരാഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥനോട്, പോലീസിനോട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് നടിയുടെ അമ്മയും ഈ വിഷയത്തിൽ ഒരു സാക്ഷിയാണ് എന്ന് പറഞ്ഞിരുന്നു, നടിക്ക് മൊഴിയായി നൽകിയിരുന്നു. നടിയുടെ അമ്മ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതും അതീവ ഗൗരവതരമായി തന്നെ കോടതി മനസ്സിലാക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ ഭീഷണിയൊക്കെ മുഴക്കുന്നത് ബസ്സിൽ വെച്ചാണ്. ബസ്സിൽ ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും ആരും കേൾക്കാതെ ദിലീപ് എങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് വിശ്വസിക്കാനാവില്ല എന്ന് കോടതി പറയുകയാണുണ്ടായത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഒപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാം, ഇപ്പോൾ നാദിർഷയായാലും നടിയുടെ നാദിർഷയായാലും റിമി ടോമി ആയാലും അത്തരത്തിലുള്ള മറ്റ് ആളുകളൊക്കെ ആണെങ്കിലും
പോലും ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തുക എന്ന് ഇതിനോടുകൂടി ചേർത്ത് വെക്കണം. മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും നടിയും ദിലീപും സ്റ്റേജിൽ വളരെ സന്തോഷത്തോടുകൂടി പെർഫോം ചെയ്തു എന്നുള്ളത് കോടതി അതീവ ഗൗരവതരമായി എടുത്ത ഒരു കാര്യമാണ്. ഇരുവരും നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു, നല്ല രീതിയിൽ ഇടപഴകിയിരുന്നു എന്നാണ് നാദിർ ഷായും റിമി ടോമിയും, സാക്ഷികളായ നാദിർ ഷായും റിമി ടോമിയും കോടതിയിൽ മൊഴി നൽകിയത്. യൂറോപ്യൻ ഷോയിൽ ഉടനീളം എല്ലാവരും കുടുംബാംഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത് എന്നായിരുന്നു ഇവർ മൊഴി നൽകിയത്. നടിയായിരുന്നു പ്രധാന ഡാൻസർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നാദിർ ഷാ നൽകിയ മൊഴികളിൽ നാദിർ ഷായുടെ മൊഴി ദിലീപിനെ രക്ഷിക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച ഒന്നാണ്. യൂറോപ്യൻ ഷോയെക്കുറിച്ച് ചോദിച്ചതേയില്ല എന്ന് നാദിർ ഷാ മൊഴിയായി പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ യൂറോപ്യൻ ഷോയെക്കുറിച്ച് ചോദിച്ചതേ ഇല്ല എന്ന മൊഴിയും, കാരണം അന്വേഷണ ഘട്ടത്തിലൊന്നും കടന്നു വരാത്ത വിഷയമാണ് ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്നത് എന്നുള്ള വാദമാണ് പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. പരസ്പരം സംസാരിക്കാറില്ലായിരുന്നു എന്ന മൊഴി വിശ്വാസത്തിലെടുത്തില്ല. പരസ്യമായി എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ മോശമായ കാര്യങ്ങളൊന്നും ഈ ഷോയിൽ സംഭവിച്ചിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒപ്പം അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് 2-3 തവണ മൊഴിയെടുക്കാനായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സമീപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഇത്തരം അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നടി തയ്യാറായില്ല എന്നുള്ളതും ഗൗരവമായി കോടതി എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭാമയുടെ മൊഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഭാമയും നടിയും തമ്മിൽ ഏറെ ബന്ധമുള്ള ഒരാളായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭാമയും നടിയും തമ്മിലുള്ള ബന്ധം വഷളായത് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ്. ഈ റിഹേഴ്സൽ ക്യാമ്പിൽ എല്ലാവരും പരസ്പരം വലിയ നല്ല ബന്ധത്തിലായിരുന്നു എന്നുള്ള ഭാമയുടെ മൊഴിയും കോടതി വിശ്വാസത്തിലെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ തെളിവ്, അതായത് ഈ ഭീഷണിപ്പെടുത്തി എന്നുള്ള തെളിവ് നമ്മൾ ആത്യന്തികമായി കോടതി കണ്ടെത്തിയത് കൃത്രിമ തെളിവാണ്. അത്തരത്തിൽ നടിയോട് ദിലീപിന് ശത്രുത ഉണ്ടായിരുന്നു എന്ന കാര്യത്തെ വളരെ കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യത്തിലേക്ക് എത്തുകയായിരുന്നു കോടതി എന്നുള്ളതാണ്. ഒപ്പം സിദ്ദിഖ് സമാനമായി സിദ്ദിഖും ദിലീപിന് അനുകൂലമായി മൊഴി നൽകുന്ന പശ്ചാത്തലമുണ്ടായി. അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് നടിയൊന്നും പറഞ്ഞ പശ്ചാത്തലമുണ്ടായില്ല. താനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ദിലീപിന് വേണ്ടി സിദ്ദിഖ് കള്ളം പറയുന്നു എന്ന വാദവും വളരെ കൃത്യമായി തന്നെ ഖണ്ഡിക്കാൻ ഈ പ്രതിഭാഗം അഭിഭാഷകൻ സാധിക്കുകയും തുടർന്ന് കോടതി അത് വിശ്വാസത്തിലെടുക്കുകയും മറ്റുമാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഈ മോട്ടീവ് എന്നുള്ള നടിയുമായി ബന്ധപ്പെട്ട നടിയോട് ദിലീപിന് അമിതമായ വൈരാഗ്യമുണ്ടായിരുന്നു. ആദ്യത്തെ ഷോയിൽ, അതായത് യൂറോപ്യൻ ഷോയിൽ വൈരാഗ്യം വല്ലാത്ത തോതിൽ ഉണ്ടാവുകയും അത് പക്ഷേ ഒരു കോംപ്രമൈസ് ലെവലിലുള്ള ടോക്കുകളൊക്കെ ദിലീപിന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്തിരുന്നു. രണ്ടാമത് അമ്മയുടെ അബാദ് പ്ലാസയിൽ നടന്ന റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് കാവ്യ മാധവൻ പൊട്ടിക്കരഞ്ഞപ്പോൾ ആ വിഷയത്തിൽ ദിലീപ് കൂടുതൽ ക്ഷുഭിതനാവുകയും കോപാകുലനാവുകയും ചെയ്തു. തുടർന്ന് ഒരു തരത്തിലും കോംപ്രമൈസ് ഉണ്ടാകാത്ത തരത്തിലുള്ള വൈരാഗ്യം നടിയോട് ദിലീപിനുണ്ടായി എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ തരത്തിലാണ് അഭിലാഷ് പൂർണ്ണമായും കോടതി നിഷേധിച്ചത്, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ പൊളിഞ്ഞത്. യെസ്, അതായത് രഞ്ജിത്ത്, ഇപ്പോൾ ഈ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്ന്, അന്വേഷണ സംഘത്തോട് ആ ഘട്ടത്തിൽ, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിലൊന്നും ഈ ഷോയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ ഷോയുടെ തന്നെ ഭാഗമായിരുന്ന മറ്റുള്ളവർ അവരുടെ ഭാഗത്ത് നിന്ന് അതിജീവിതയ്ക്ക് അനുകൂലമാകുന്ന ഒരു തരത്തിലുള്ള പ്രതികരണമോ മൊഴികളോ വിചാരണ ഘട്ടത്തിലടക്കം ഉണ്ടായില്ല. ഇത് രണ്ടുമാണ് പ്രധാനമായും ഈ അതിജീവിതയ്ക്ക് തിരിച്ചടിയായത്, അല്ലെങ്കിൽ ദിലീപിന് ഗുണകരമായത് എന്ന് വേണമല്ലേ അനുമാനിക്കാൻ. തീർച്ചയായും ഇത്തരത്തിൽ ദിലീപിനൊപ്പം ഉണ്ടായിരുന്ന ആ ഷോയിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും, അതിപ്പോൾ റിമി ടോമി, ഭാമ, സിദ്ദിഖ്, മുകേഷ്, ബിന്ദു പണിക്കർ, കൽപ്പന, അങ്ങനെ തുടങ്ങി നിരവധി ആളുണ്ടായിരുന്നു. ഇവരാരും ഈ പറഞ്ഞ സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായ മൊഴി കോടതിക്ക് മുന്നിൽ പറഞ്ഞതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം സ്വഭാവത്തെ കുറച്ചു കൊണ്ടുവന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് സാക്ഷി മൊഴികൾ പൂർണ്ണമായും ദിലീപിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ദിലീപിനെതിരെ